ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ന്യൂസിലാണ് അല്ലേ. ഓൾമോസ്റ്റ് എല്ലാവരും എഗ്രി ചെയ്തു എന്നുള്ളതാണ് ലാസ്റ്റ് വന്നേക്കുന്ന അപ്ഡേറ്റ്. അത് തന്നെ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആയിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ലോങ് ടേമിൽ ഗോൾഡിനെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. അതിനുശേഷം ഇന്നത്തെ ശരിക്കുള്ള വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതായത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്വിക്കായിട്ടുള്ള സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഒരു നമ്മൾ സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ എങ്ങനെയാണ് എൻട്രി എക്സിറ്റുകൾ തീരുമാനിച്ച് എൻട്രി ചെയ്യാൻ പോകുന്നത്, എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ജോബ് ഇൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്കാൽപ്പിംഗ് ആണ്. ഓക്കെ, ഇതിന് നമുക്ക് ഒരുപാട് ഡേറ്റാസിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് CFD എന്ന് പറയുന്ന ഒരു സംഗതിയിലാണ്. ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിലല്ല ശരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഡിക്കേറ്റർ, അതായത് വോളിയം പ്രൊഫൈൽ, ഇത് ഒരു പ്രോക്സിയാണ്. ശരിക്കുള്ള മാർക്കറ്റിന്റെ ഒരു പ്രോക്സി മാത്രമാണ് ഇത് തരുന്നത്. ഇത് ഡിറൈവ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിന്റെ വോളിയം വെച്ചിട്ടാണ് ഇതിനെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള വോളിയം ആണോ ഇത് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ക്ലിയർലി അല്ല. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങുന്നത്. ഓക്കെ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾക്ക് ഈ 5 സെക്കൻഡ് 10 സെക്കൻഡിൽ കറക്റ്റ് എൻട്രി എടുത്ത് ഇറങ്ങാൻ പറ്റുന്ന കുറേ പേര് ചെയ്യാറുണ്ടത്, പ്രൊഫഷണൽസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബട്ട് നമുക്കത് പോസിബിൾ അല്ല. നമുക്കപ്പോൾ നമ്മളുടെ പരിമിതികൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി എടുക്കുന്നത്, എക്സിറ്റ് എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, മാർക്കറ്റ് നല്ല രീതിയിലൊരു അപ്സൈഡ് മൂവ് തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിന് മുന്നേ എവിടെ നിന്നൊക്കെയാണ് ഇതിനി ഇനി ഇനി ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റിൽ എവിടെ നിന്നാണ് മാർക്കറ്റ് നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഒരു ബൗൺസ് കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ റിവേഴ്സൽ കിട്ടാൻ സാധ്യത എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഷോർട്ടർ ടൈം ഫ്രെയിംസിൽ പോകേണ്ടി വരും അല്ലെ. ഓക്കെ, അപ്പോൾ ഇതാണ്, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമുക്ക് എന്താണ് ഇനി ഈ പറയുന്ന എല്ലാ അസറ്റ് ക്ലാസ്സുകളുടെയും ഫ്യൂച്ചർ എന്ന് നോക്കാം. ഓക്കെ, ക്ലിയർലി പോസിറ്റീവ് ന്യൂസ് തന്നത് കൊണ്ട് തന്നെ ഗോൾഡ് പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഓയിൽ മാത്രമാണ് വീക്ക് ആയിരിക്കുന്നത് അല്ലേ, വിച്ച് ഇസ് എ ഗുഡ് സൈൻ. ഓക്കെ, അപ്പോൾ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ 80 റേഞ്ചിലാണ് ഇപ്പോൾ ഓയിൽ നിൽക്കുന്നത് അല്ലേ. വന്നതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്, ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്നതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഏപ്രിൽ 17 ലോ വന്ന അതേ റീജിയനിലോട്ട് എത്താനായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സംസാരിച്ച പോലെ നമ്മൾ ഓൾറെഡി വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് നേരെ ഒരു 66 കടക്കുന്നതിന് മുന്നേ കുറച്ചധികം നാള് ഈ 70 മുതൽ 80 വരെയുള്ള റേഞ്ചിൽ കുറച്ചധികം നാൾ നിൽക്കും. കാരണം ഓയില് ഡിസ്ട്രിബ്യൂഷൻ പെട്ടെന്ന് എല്ലായിടത്തും എത്തണം എന്ന് നിർബന്ധമില്ല അല്ലെ. ഇതെല്ലാം കഴിഞ്ഞാലും ഡിമാൻഡ് ഹൈയും സപ്ലൈ കുറവായിട്ടാണ്. ഈ സ്റ്റക്കായി കിടക്കുന്ന ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ അവർക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ റൈറ്റ് നൗ വാട്ട് ഐ എം എക്സ്പെക്ടിങ്, കുറച്ചധികം നാൾ ഈ ഒരു 70 മുതൽ 80 വരെയുള്ള റീജിയനിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കാനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ 70 വരുന്നതിന് മുന്നേ 75 to 80 റേഞ്ചിൽ, ഐ മീൻ 85 to 80 റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ ഓയിലിന്റെ പ്രൈസ് കീപ്പോട്ട് വന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഗോൾഡ്, സിൽവർ, നാസ് 100 എല്ലാം റിവേഴ്സ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതില് നമുക്കിനി എൻട്രീസ്, രണ്ട് രീതിയിലുള്ള എൻട്രീസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഒന്ന് ഇൻട്രാഡേ എൻട്രീസ്, ഒന്ന് സ്കാൽപ്പ് എൻട്രീസ്. ഇത് രണ്ടും എങ്ങനെയാണ് ഞാൻ പേഴ്സണലി നോക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ്, ഇൻട്രാഡേ എൻട്രീസ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനിത് എങ്ങനെ എടുക്കുന്നത് എന്നുള്ളത്. അത് നമുക്ക് ലാസ്റ്റ് വരാം. അതിനു മുന്നേ നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യാൻ നേരം എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. സ്കാൽപ്പാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളുടെ പോയിന്റുകൾ നേരത്തെ കൂട്ടി ഫിക്സ് ചെയ്ത് വെക്കണം. അത് ടൈം ഫ്രെയിം, ലോങ്ങർ ടൈം ഫ്രെയിമിൽ നിന്ന് കിട്ടുന്ന പോയിന്റുകളാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയാൽ അറിയാം, നിങ്ങൾ ഈ വോളിയം പ്രൊഫൈൽ ഒന്നും വെച്ചില്ലെങ്കിലും എന്താ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത് എന്താ,
ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ട് കാണിച്ചിട്ടുള്ള സ്ഥലമാണ് അല്ലെ. ഇനി ഇപ്പൊ സപ്പോസ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പൊ നമുക്ക് എന്താ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ബ്രേക്ക് ഔട്ട് എന്ന് നമ്മൾ പറയും, ബ്രേക്ക് ഔട്ട് ഓഫ് ദ റീജിയൻ. ഈ ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം ഇത് എവിടെ വരെ പോകാം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് ഈ പറയുന്ന പോയിന്റ്. യെസ്, ദിസ് പോയിന്റ് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് റേഞ്ച്, ഇനീഷ്യൽ റേഞ്ച് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നല്ലേ. ഇതൊരു പോയിന്റ് ആണ്. നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി 10-20 പോയിന്റ് ആയിട്ടോ. നമ്മൾ ചെറിയ പോയിന്റിന്റെ കാര്യമല്ല പറയുന്നത്. ഇൻട്രാഡേയിൽ ദാറ്റ് ഇസ് വെരി ഗുഡ്, സ്കാൽപ്പിങ്ങിൽ അതിലും നല്ലതാണ്. ഓക്കെ, ഇനി ഈ ഫോള് വന്നപ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫോള് കണ്ടിന്യൂ ചെയ്തു പോയത് ഇങ്ങനെ 2 പോയിന്റുകളിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ദിസ് ടു ദിസ് റേഞ്ച് 406 മുതൽ 420 വരെയുള്ള റേഞ്ച് വിച്ച് ഇസ് ഗോയിങ് ടു ബി ഇനീഷ്യലി നമ്മളുടെ റെസിസ്റ്റൻസ് പോയിന്റ്. ഇതിനേക്കാൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്ത് 500, 600, 700, 800, 900, 5000 ഇങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തിന്നു ഇത് അങ്ങനെ തന്നെ തിരിച്ചു കയറി പോകില്ല. ഫണ്ടമെന്റൽസ് എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇൻഫ്ലേഷൻ കൂടുതലാണ്. അപ്പോൾ റേറ്റ് ഹൈക്കിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. റേറ്റ് ഹൈക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് സാധ്യതയുണ്ടായിരുന്നു. ഇനി ഈ ഓയിൽ മാത്രം വന്നിട്ടൊരു ഇൻഫ്ലേഷൻ ആണ് തന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുക നേരത്ത് ഇൻഫ്ലേഷൻ കൂൾ ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് സാധ്യതയുണ്ട്. ബട്ട് ഒറ്റയടിക്ക് ഇത് 5000 വരെ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഗ്രാജുവലി പോയിക്കോളും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഡിപ്പുകൾ ഉണ്ടാവും, പിന്നെ മുകളിലേക്ക് വരും, പിന്നെയും ഡിപ്പ് ചെയ്യും, പിന്നെ മുകളിലേക്ക് വരും. ഇതിൻ്റെ ഇടയിൽ വേറെ ന്യൂസുകൾ വരും അല്ലേ. അപ്പോൾ സ്വിംഗ് ട്രേഡ് നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോവാം കേട്ടോ, ഡെഫിനറ്റ് ആയിട്ട് പോവാം. ഇവിടെ നിന്ന് നേരെ പോകാതിരിക്കുക. നമുക്കൊരു 300 റേഞ്ചിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് തന്നെ വരണം. ട്രംപ് എന്തെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും പറയണം. അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ സ്കാൽപ്പ് ചെയ്യാൻ നേരം നമ്മൾ പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 30 മിനിറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വോളിയം പ്രൊഫൈൽ. ഓക്കെ, ഇനി വോളിയം പ്രൊഫൈൽ എങ്ങനെയാണ് നോക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വോളിയം പ്രൊഫൈൽ അറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന വോളിയം പ്രൊഫൈൽ. ഇനി വോളിയം പ്രൊഫൈലിലെ സിമ്പിളായിട്ട് എങ്ങനെ പറഞ്ഞുതരാം ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, വോളിയം പ്രൊഫൈലിൽ നമുക്ക് എന്തൊക്കെ റീജിയനാണ് ഉള്ളത്? ഒന്ന്, പോയിന്റ് ഓഫ് കൺട്രോൾ. അതായത് ഈ ബ്ലാക്ക് വരെയാണ് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നേക്കുന്ന സ്ഥലം, അതായത് ബാലൻസ് ഉള്ള ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ബാലൻസ് ഉള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് ആണ് എവ്രിബഡി ഈസ് ഹാപ്പി ഇൻ ദാറ്റ് പ്രൈസ് റേഞ്ച്. അതുകൊണ്ടാണ് അവിടെ തന്നെ കുറെ നേരം നിന്ന് ട്രേഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കി പോയിന്റ് ഓഫ് കൺട്രോൾ. ഇതിന് ഹൈ വോളിയം നോഡ് എന്ന് കൂടി പറയും. അതായത് വോളിയം കൂടുതൽ നടന്നേക്കുന്ന നോഡ്സ്. ഇതുപോലെയുള്ള പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലാണെങ്കിലും ഇതേപോലെ ഹൈ വോളിയം ഉള്ള നോഡുകൾ വേറെ ഉണ്ടല്ലേ. 1, 2, 3, 4. ഓക്കെ, അപ്പൊ ഈ ഹൈ വോളിയം നോഡ്സ് നമ്മൾ മനസ്സിലാക്കണം. ട്രേഡുകൾ കൂടുതൽ നടന്നേക്കുന്ന സ്ഥലം. ഇനി ലോ വോളിയം നോഡ്സ് എന്താണെന്ന് നോക്കാം. ലോ വോളിയം നോഡ്സ് എന്ന് പറയുമ്പോൾ ഹൈ വോളിയത്തിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ലോ വോളിയം. അതായത് ഏറ്റവും കുറവ് വോളിയത്തിൽ ട്രേഡ് നടന്നേക്കുന്ന സ്ഥലങ്ങൾ. ഇതിപ്പോ ഫോം ചെയ്തതാണ് കേട്ടോ. ഇത് പിന്നെ ഇത് ഈ ഒരു പ്രൈസ് ആണ് ലീസ്റ്റ് ആയിട്ട് ട്രേഡ് നടന്നേക്കുന്ന സ്ഥലങ്ങൾ. ഇത് ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിന്റെ വോളിയത്തിന് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഹൈ വോളിയം നോട്ട്സ്, ലോ വോളിയം നോട്ട്സ്. ഇനി രണ്ടാമത് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ, വോളിയം സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ഇതിൽ 70% ട്രേഡ് നടന്നേക്കുന്ന സ്ഥലം
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊത്തം ട്രേഡിന്റെ 70%, ശരിക്കും ഫോക്കസ് ചെയ്ത 68%, ബട്ട് 70% ട്രേഡ് നടന്നേക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇവിടെ ഈ ഒരു റേഞ്ച് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വോളിയം കുറവ് നടന്നേക്കുന്ന സ്ഥലം നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലേ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഏറ്റവും കുറവ് വോളിയം നടന്ന സ്ഥലത്ത് നിന്നും കൂടുതൽ വോളിയം നടന്നേക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് എപ്പോഴും മാർക്കറ്റിനുള്ളത്. ഓക്കെ, ബാലൻസ് ടു ഇംബാലൻസ്, ഇംബാലൻസ് ടു ബാലൻസ്, അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇത് ഒരു ഇംബാലൻസ് ഉള്ള സ്ഥലമാണ് അല്ലേ. ഇവിടെ നിന്ന് മാർക്കറ്റ് കയറി, ഞാൻ ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു ചെറിയൊരു ക്യുക്ക് സ്കാൽപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് എവിടെ നിന്നാന്ന് നോക്കിയേ. ഇതിന്റെ അകത്തു നിന്നാണ് നമ്മൾ ക്യുക്ക് സ്കാൽപ്പിന്റെ കാര്യം പറഞ്ഞത് അല്ലേ. എന്താ ഏറ്റവും കുറവ് വോളിയം നടന്നേക്കുന്ന സ്ഥലം ഇതാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വോളിയം കുറവ് നടന്നേക്കുന്ന സ്ഥലം, അതും ഈ 70% അകത്ത് വന്നേക്കുന്ന ഒരു സ്ഥലം. അത് റെസ്പെക്ട് ചെയ്യോ, ഡെഫിനറ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്യും. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, രാവിലെ നമ്മൾ മാർക്കറ്റിൽ ഇതിന്റെ അകത്തോട്ട് വരും തോറും മാർക്കറ്റ് മേളിലേക്ക് പോയിക്കൊണ്ടിരുന്നു അല്ലെ. 5 മിനിറ്റ്സ് ആണെങ്കിൽ പോലും ഓരോ തവണ ഇതിന്റെ അടുത്തോട്ട് വരുമ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറി പോകണം. കാരണം ഇവിടെ ട്രേഡ് അധികം ഓർഡേഴ്സ് ഇല്ല എന്നുള്ളതാണ് കാര്യം. ഇനി ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്ത്, വീണ്ടും തിരിച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ വോളിയം കുറവുള്ള സ്ഥലമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ താഴേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, ഓൾറെഡി ബ്രേക്ക് ചെയ്തുകൊണ്ട്. ഇനി ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ഏരിയ ഇതേപോലെ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ലോ വോളിയം നോട്ട്സ് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ടാണ് നമുക്ക് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി പോയിന്റ് ഓഫ് കൺട്രോളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള അന്നത്തെ ദിവസത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് മാർക്കറ്റ് തിരിച്ചു മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ ട്രേഡിങ്ങിന്റെ പ്ലാൻ തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, മുകളിലേക്ക് കയറിയതിന് ശേഷം ഇവിടെ കൂടുതൽ നേരം ട്രേഡ് നടക്കുന്നുണ്ട് അല്ലേ. കൂടുതൽ നേരം ട്രേഡ് നടന്ന് വീണ്ടും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ബൗൺസ് ബാക്ക്. കാരണം ലോസ്റ്റ് വോളിയത്തിലേക്ക് വന്ന് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുക. മാർക്കറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കണ്ടിന്യൂഷൻ ഓഫ് ട്രെൻഡ് ആണ്. ഓക്കെ, ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, അതാണ് ഏറ്റവും നല്ല പ്ലാൻ. ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സെല്ല് ഇപ്പോൾ ഈ ഒരു റീജിയനിൽ നിന്ന് സെല്ല് നോക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഈ ഒരു റീജിയനിൽ നിന്നോ ബൈ നോക്കുന്നത്. ഓക്കെ, ഏറ്റവും മുകളിൽ പോയിട്ടല്ല നമ്മൾ ബൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഇവിടെ ചെന്നിട്ടാണ് നമ്മൾ ബൈ ചെയ്യുന്നത് അല്ല, നമ്മൾ വരുന്ന താഴേക്ക് വരുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മാർക്കറ്റിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ, ബൈ അറ്റ് ലോവർ പ്രൈസ്, സെൽ അറ്റ് ഹയർ പ്രൈസ്. അത് ക്ലിയർ ആക്കണം. ഒരിക്കലും ബൈ അറ്റ് ഹയർ പ്രൈസ്, സെൽ അറ്റ് ലോവർ പ്രൈസ്, അതല്ല നമ്മുടെ പ്ലാൻ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സാധനം നോക്കുമ്പോൾ എന്താണ്, വോളിയം നോട്ട്സ് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രൈസുകൾ കിട്ടും. ഏത് പ്രൈസിൽ പോയി ബൈ ചെയ്യണമെന്നുള്ളതും ഏത് പ്രൈസിൽ പോയി സെല് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇതിന്റെ ഇടയിൽ നടക്കാൻ നേരത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ഒന്നും ചെയ്യണ്ട, ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ ഒരു ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 9 മണി 9:30 ശേഷം മാത്രം ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. കാരണം അപ്പോഴത്തേക്കും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവും, വോളിയം ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവും, അപ്പൊ നമുക്ക് ക്ലാരിറ്റി കൂടുതൽ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലെ. ഇൻട്രാഡേ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എവിടെയായിരിക്കും, ഇൻട്രാഡേ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു റീജിയന്റെ അകത്തോ ഈ ഒരു റീജിയന്റെ അകത്തോ. ഇപ്പോൾ കൺസിഡറിംഗിൽ ഇതോ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് നോക്കുന്ന റീജിയൻ. സോറി, ഓക്കെ, വായിക്കാൻ പറ്റുന്നില്ല. സെക്കൻഡ്. ഓക്കെ,
സോ അപ്പോൾ നമുക്ക് ഈ വോളിയം നോട്ട്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാ? നമുക്ക് ഹൈ മാർക്ക് ചെയ്യാം, ബൗൺസ് ചെയ്ത സ്ഥലങ്ങൾ മാർക്ക് ചെയ്യാം. മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലേ? മാർക്കറ്റ് സ്ട്രക്ചർ അല്ല, ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടാൻ നേരത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ബൈയിങ് ആണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? കാരണം ട്രെൻഡ് അപ്സൈഡ് ആണ്. ഇത് തന്നെയാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്യുമ്പോൾ നോക്കുന്നത് കേട്ടോ. സ്ട്രക്ചർ എന്താണോ തന്നേക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക. സി, ട്രെൻഡ് കണ്ടിന്യൂഷൻ കൂടുതൽ തവണയും റിവേഴ്സൽ വരുന്നില്ല എന്നല്ല, റിവേഴ്സൽ വരാൻ നേരത്ത് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കും, അത്രയല്ലേ ഉള്ളൂ. ആ ഒരു ലോസ് കൊടുക്കാൻ തയ്യാറായിരിക്കണം. നമ്മൾക്ക് എന്ത് സ്ട്രാറ്റജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്താലും ഒരു ലോസ്, ഒരു റിവേഴ്സൽ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് പോകുമ്പോഴോ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒരു ലോസ് SL എടുത്ത് പോകേണ്ടി വരും. അത് അക്സെപ്റ്റ് ചെയ്യണം എന്തായാലും. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഒരു ട്രേഡിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് നോർമലി വോളിയം പ്രൊഫൈൽ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ വരുന്നത്. ഇത് ചെറിയ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ചേഞ്ചസ് വരാൻ പറ്റുന്ന സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ആദ്യം ഇതിന് എല്ലാത്തിനും ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുക. വാല്യൂ ഏരിയ ഹൈ, വാല്യൂ ഏരിയ ലോ, പോയിന്റ് ഓഫ് കൺട്രോൾ. ഓക്കെ, ഇതിന് ഞാൻ ഡോട്ടഡ് ലൈൻസ് ആണ് കൊടുക്കാറ്. അതാകുമ്പോൾ നമ്മളുടെ മാർക്കിങ്ങും ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാൻ വേണ്ടിയാണ് ഡോട്ടഡ് ലൈൻസ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് തന്നേക്കുന്ന അപ്പ് ഡൗൺ വോളിയം ആണ്. നമുക്ക് ടോട്ടൽ വോളിയം കിട്ടിയാൽ മതി. ഓക്കെ, ഡെൽറ്റ വോളിയം ആണ് ബെറ്റർ, പക്ഷേ ടോട്ടൽ വോളിയം കിട്ടിയാൽ മതി. ടോട്ടൽ വോളിയം കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് ഈ കളേഴ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു കളർ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ആദ്യം വരുമ്പോൾ ഒരു കാര്യം കൂടി ചേഞ്ച് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇത് പെയ്ഡ് വേർഷൻ ആണ്. പെയ്ഡ് അല്ലാത്ത വേർഷനിലും ഇത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി ബേസിസിൽ വരച്ചു നോക്കേണ്ടി വരും. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ളത് ഇങ്ങനെ കിട്ടണമെങ്കിൽ പെയ്ഡ് വേർഷനിൽ തന്നെ കിട്ടുന്നുണ്ടോ. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂള് നല്ലതാണെങ്കിലും നമുക്കിവിടെ കിട്ടുന്നത് ഒരു ഡിലേഡ് ആയിട്ടുള്ള ഡേറ്റയാണ്, പ്രോക്സി ആയിട്ടുള്ള ഡേറ്റയാണ്. ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡ് നടക്കുന്ന ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലാണ്. പക്ഷെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് ഇത് തന്നെ ധാരാളമായിരിക്കും നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ. സെക്കൻഡ്സിന്റെ സ്കാൽപ്പിംഗ് ഇതുകൊണ്ട് നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ. സെക്കൻഡ്സുകൾ കൊണ്ട് ഉള്ള സ്കാൽപ്പിംഗ് ഇതുകൊണ്ട് നടക്കില്ല. ബട്ട് ഇതിൽ നമുക്ക് ഇതിനെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളുടെ ഫോക്കസ് ഏരിയാസ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചാട്ടോ. ഇപ്പൊ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈല് പോട്ടെ, നമ്മുടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. ഇനി ഇതിനെ എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ റേഞ്ച്, ഇനീഷ്യൽ റേഞ്ച് അല്ലേ? ബൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു റേഞ്ച് ഇതാണ്. അതിലും നല്ലൊരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു റേഞ്ചിന്റെ അകത്ത് വന്നതിന് ശേഷം ടാപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിന്റെ താഴെയായിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെയാണ്. ഓക്കെ, സോ ഒരു ലോസ്റ്റ് വോളിയത്തിന്റെ ഏറ്റവും സ്മോൾ വോളിയത്തിന്റെ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് കുറയും. നമ്മൾ കുറെ തവണ മിസ്സാവാറുള്ള നമുക്ക് അറിയാം അല്ലെ, കുറെ തവണ നമ്മൾ ട്രേഡ് മിസ്സായി പോകുന്നത് കുറച്ചും കൂടി താഴേക്ക് ഇറക്കി വെക്കുമ്പോഴാണ്. ഇതാണ് കറക്റ്റ് പോയിന്റെങ്കിൽ ഇവിടെ മുതലേ നമുക്ക് എൻട്രി എടുത്ത് തുടങ്ങാം. ഓക്കെ, ബെസ്റ്റ് പ്രൈസ് ഇതിൽ 301 ആയിരുന്നു. ഓൾമോസ്റ്റ് 300.94 വരെ എന്തോണ് വന്നേക്കുന്നത്. അത്രയും നമുക്ക് ആക്യുറസി എടുക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇതിന്റെ ഡേറ്റയുടെ ഒരു ചെറിയ ഡിഫറൻസ് കൊണ്ടായിരിക്കും ചില സമയത്ത് നമുക്ക് മിസ്സായി പോകുന്നത് കാര്യങ്ങൾ കേട്ടോ. ഇനി ഇത് ഫോക്കസ് ചെയ്യാവുന്നൊരു സ്ഥലമാണ് അല്ലെ, ഈ ഒരു റേഞ്ച് മുതൽ ഈ ഒരു റേഞ്ച് വരെ. ഓരോന്നായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യലി ഇതൊരു ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന
ഒരു സമയത്ത് നമ്മൾ എന്താ ഏറ്റവും അടുത്തുള്ള സപ്പോർട്ടിൽ നിന്നും ബൈ എടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അടുത്തുള്ള സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം 5 മിനിറ്റ്സോ 1 മിനിറ്റ്സിനോ പോവുക. എൻട്രി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു റീജിയൻ ഞാൻ പറഞ്ഞു ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന റീജിയനാണ്. അപ്പോൾ വീണ്ടും താഴേക്ക് വരണം. താഴേക്ക് വന്നതിന് ശേഷം ഈ ഒരു റീജിയൻ്റെ അകത്തുനിന്ന് വീണ്ടും ബൗൺസ്. സ്കാൽപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ ബെറ്റർ സ്ഥലങ്ങളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് SL എടുത്ത് പോവാതിരിക്കും. സ്റ്റോപ്പ് ലോസുകൾ കൂടുതൽ വരാൻ പോകുന്നത് സ്കാൽപ്പിങ്ങിലാണ്. പക്ഷേ സ്റ്റോപ്പ് ലോസുകൾ എങ്ങനെയാണ് വെക്കേണ്ടത്, TP എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പതുക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ഇതാണ്. ഓക്കെ, ഇതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൽപ്പിങ്ങിന് നമുക്ക് പറ്റുന്ന ഒരു പോയിന്റ്. ഇത് സ്കാൽപ്പിങ്ങിന് തന്നെയല്ല, നമുക്ക് ഇൻട്രാഡേയിൽ പോകണമെങ്കിലും ഈ പോയിന്റ് എടുക്കാം കേട്ടോ. ബട്ട് സ്കാൽപ്പ് ചെയ്യാനാണെങ്കിൽ എന്താണ് നമ്മളുടെ എൻട്രി പോയിന്റ്? എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 മുതൽ 21 വരെയുള്ള റീജിയന്റെ അകത്തുനിന്ന് ഒരു ബൗൺസ് ആണ് വേണ്ടത്. ഓക്കെ, നമ്മൾ കൊടുക്കാൻ താല്പര്യപ്പെടാത്തത് ഇതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ സ്റ്റോപ്പ് ലോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ടത് ഇതിന്റെ താഴെ പോയി കഴിഞ്ഞാൽ എടുത്ത് മാറിക്കൊള്ളണം. ഓക്കെ, അല്ല ബെസ്റ്റ് റീജിയൻ ഇതാണ്. അപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ബട്ട് നിങ്ങൾ പ്രൈസ് ആക്ഷനോട് നോക്കുവാണെങ്കിൽ ഇതിന്റെ താഴെയിട്ട് വെച്ചു. ഓക്കെ, ഇനി ബെസ്റ്റ് എൻട്രി ഇതായിരിക്കും. ബട്ട് ചാൻസ് കുറയും കിട്ടാനുള്ള. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ടുള്ള ഒരു പ്രൈസിൽ വെക്കാം. ഓക്കെ, 20 റീജിയൻ 20 പോയിന്റ്. ഹോൾ നമ്പറിൽ ഒരിക്കലും ഇടാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ 20 ആണെങ്കിൽ നമ്മുടെ പ്രൈസെങ്കിൽ 20.5 21 അങ്ങനെ എന്തെങ്കിലും ഇടാൻ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് TP കിട്ടുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ ബെറ്റർ ആവണ്ടേ അല്ലെ. 29 വരെയാണ് നമ്മൾ ഇനീഷ്യലി നോക്കാൻ പോകുന്ന ഒരു റീജിയൻ. 29 28 ആണെങ്കിൽ നമുക്ക് എന്താ 1:1 കിട്ടിയാൽ മതി. 1:1 കിട്ടിയാൽ മതി. ഓക്കെ, ഇനി ഇത് എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഏരിയ എന്താണെന്ന് വെച്ചാൽ സ്കാൽപ്പ് ചെയ്യാൻ നേരത്താണ് ഈ 1:1 നിന്ന് നമുക്ക് 1:4 1:3 കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, ഇത് എപ്പോഴും എനിക്ക് ട്രേഡ് തരാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ റീജിയൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻട്രി പോയിന്റ് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ സ്കാൽപ്പിംഗ് കൂടുതൽ ഇടാത്ത കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു റീജിയനിൽ നിങ്ങൾ ബൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ടാപ്പ് ആൻഡ് ബൗൺസ് കിട്ടുന്നുണ്ടെങ്കിൽ റിസ്ക് കുറയ്ക്കുക. ഓക്കെ, റിസ്ക് കുറച്ചതിന് ശേഷം ഇവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കുക. ഇത് TPയും SL വെക്കണ്ട. നിങ്ങൾ SL വെക്കണം, സോറി SL നിർബന്ധമായി വെക്കണം. TP വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്ത് നോക്കുക. റിയാക്ഷൻ നമ്മൾക്ക് താഴേക്ക് ടാപ്പ് ചെയ്ത് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാം. ഇല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ വരെ നോക്കാം, 35 വരെ നോക്കാം. അപ്പോൾ ഒരു 14 പോയിന്റ് ഉണ്ടല്ലേ. 6 പോയിന്റ് റിസ്ക് ചെയ്തിട്ട് 14 പോയിന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് 1:2 ആയി. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വോളിയം ഇല്ലാത്ത സ്ഥലത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആണെങ്കിൽ വോളിയം ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ഇവിടെ ക്യുക്കായിട്ടുള്ള മൂവ്മെന്റ്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ക്യുക്കായിട്ടുള്ള മൂവ്മെന്റ്. നേരത്തെ നമ്മൾ വോളിയം ഉണ്ടായിരുന്നില്ല അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ നിന്നും താഴേക്കുള്ള ഒരു ക്യുക്കായിട്ടുള്ള മൂവ്മെന്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ തിരിച്ച് കയറുമ്പോഴും ക്യുക്കായിട്ടുള്ളൊരു മൂവ്മെന്റ് കിട്ടും ഇവിടെ വരെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാക്സിമം ഒരു ട്രേഡിനെ തന്നെ മാക്സിമം ട്രേഡ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മളെല്ലാവർക്കും പറ്റുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് മാക്സിമം ഹോൾഡ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് ആവുന്നവരെ ഹോൾഡ് ചെയ്യും അല്ലേ. സ്റ്റോപ്പ് ലോസ് എത്താറായി നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം എന്ന് ആരും ചിന്തിക്കില്ല. പക്ഷേ പ്രോഫിറ്റ് വരുമ്പോഴെങ്ങനെയാണ്, ഓക്കെ എനിക്ക് $10 ആയിട്ടുണ്ട്, $14 എനിക്ക് ശരിക്കുള്ള എൻ്റെ TP എന്ന് വിചാരിക്കുക. $10 ആകുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാൻ നോക്കും അല്ലെ. $12 ആകുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ നോക്കും, $8 ആകുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ നോക്കും. ഇവിടെയാണ് നമ്മുടെ റിസ്ക് റിവാർഡ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മൾ ലോങ് റണ്ണിൽ പലയിടത്തും നമുക്ക് വലിയ ലോസുകളും ചെറിയ പ്രോഫിറ്റുകളുമായിട്ടായിരിക്കും നിൽക്കുന്നത്. നമ്പർ ഓഫ് ട്രേഡ്സ് പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം. കിട്ടുന്ന പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് ആക്കി മാറ്റുക എന്നുള്ളത്. ലോസ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളത്. റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റിസ്ക് റിവാർഡ് റേഷ്യോ, നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ്, ഇതൊക്കെയാണ് ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ടെക്നിക്കൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ റിസ്ക് റിവാർഡ് റേഷ്യോസ്
കിട്ടുന്ന എൻട്രി പോയിന്റുകൾ, റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നിങ്ങൾക്ക് കറക്റ്റ് പോയിന്റുകളിൽ നിന്ന് ബൈ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഒരു ട്രേഡ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിങ്ങൾ എടുത്തത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം. ആ ഒരു ട്രേഡിൽ നിന്നുള്ള ലോസ് നിങ്ങളുടെ മുഴുവൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെയും വിടുന്നു. അപ്പോൾ നിങ്ങളുടെ വിന്നിങ് റേറ്റ് ചിലപ്പോൾ 80 90 ആയിരിക്കും. കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വിന്നിങ് റേറ്റ് 30 40 ആണെങ്കിൽ പോലും നിങ്ങളുടെ റിസ്ക് റിവാർഡ് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിസ്ക് റിവാർഡ് ആണെങ്കിൽ അത് മതി, അതാണ് ബെറ്റർ. സോ നമ്മൾ എൻട്രി അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡ് മോശമായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ട്രേഡ് നല്ലതായിരുന്നു, ലോസ് എടുക്കാം. ലോസ് എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ട്രേഡ് പ്ലാൻ നല്ലതായിരുന്നു എന്ന് നമ്മൾ ട്രേഡ് കഴിഞ്ഞിട്ടാണെങ്കിലും പറയാൻ പറ്റണം. അതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, ഇതിൽ ഒരുപാട് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഡേ ബൈ ഡേ നിങ്ങൾ എല്ലാ ദിവസവും വാച്ച് ചെയ്ത് ഇതിനെപ്പറ്റി പതുക്കെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇടാൻ നോക്കാം. കാരണം ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒറ്റ വലിയൊരു വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവാനുള്ള സാധ്യത ഭയങ്കര കുറവാണല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൈ വോളിയം നോട്ട്സ്, ലോ വോളിയം നോട്ട്സ്, ഇനി ട്രേഡ് നടന്നേക്കുന്ന 70% ഓഫ് ദ ട്രേഡ് നടന്നേക്കുന്ന റീജിയൻ, ഇത് മൂന്നുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോ വോളിയം നോട്ട്സ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. ഇതിലേക്കാണ് ഹൈ വോളിയം നോട്ട്സിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.